ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ജാതിക്ക വെച്ചുള്ള ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ജാതിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജാതിക്കയുടെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, മുഴുവനും ഞാൻ എടുക്കുന്നില്ല. പിന്നെ കാന്താരിമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാന്താരിമുളകിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞൊരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ജാതിക്ക എടുത്തൊന്ന് മുറിക്കാം. ഇത് കണ്ടോ, തീരെ പിഞ്ച് ജാതിക്കയാണ്, അകത്ത് കുരുവൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള ജാതിക്കയുമാണ്. ഇനി നമുക്ക് ആ ജാതിക്കയുടെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കതും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ജാതിക്ക നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേദനയ്ക്കൊക്കെ ജാതിക്ക ഉരച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ പിന്നെ അച്ചാറിടാറുമുണ്ട് കേട്ടോ. ഞാൻ ഈ ജാതിക്ക അച്ചാറിൻ്റെ റെസിപ്പി ഒരു ദിവസം ഇടാം കേട്ടോ. അതും കൂടി നമുക്ക് ഇനി ജാതിക്കയും കൂടെ മുറിച്ച് ഞാൻ ആ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇതില്ലേ നമ്മുടെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ആ ഇഞ്ചി കൂടി നമുക്കൊന്ന് വൃത്തിയാക്കി ആ ബൗളിനകത്തേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും ജാതിക്കയൊക്കെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടല്ലേ നമ്മൾ അരയ്ക്കുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടില്ലെങ്കിൽ അരയാനായിട്ട് പാടാണേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. സവോള എടുക്കരുതേ, ഉള്ളിയെ എടുക്കാവുള്ളൂ, ചെറിയ ഉള്ളിയെ എടുക്കാവുള്ളൂ. ഇത്തവണ എനിക്ക് കിട്ടിയത് വലിയ ഉള്ളിയാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട് അത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഉള്ളിയും കൂടെ നമുക്ക് വൃത്തിയാക്കി ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതെല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും ചെറിയ ഉള്ളിയും കാന്താരിമുളകും ജാതിക്കയും എല്ലാം കൂടെ ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങ ചേർക്കണ്ട, ഒരു പിടി തേങ്ങ ചേർത്താൽ മതി കേട്ടോ. തേങ്ങയും കൂടെ തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറൊക്കെ എടുക്കണം. മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ജാതിക്ക ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു, കാന്താരിമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി പോകരുത്, വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പം കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഇതാ അരച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉരുട്ടിയെടുത്ത് ഒരു ബൗളിനകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെല്ലിക്ക വെച്ചുള്ള ചമ്മന്തി അരയ്ക്കാറുണ്ട്, മാങ്ങാ ചമ്മന്തി അരയ്ക്കാറുണ്ടല്ലേ. അപ്പം ജാതിക്ക വെച്ചും ഒന്ന് ചമ്മന്തി അരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഈ ചമ്മന്തിക്ക്. അപ്പം നിങ്ങൾ ഇതുവരെയും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.